കൊച്ചിയിൽ രാഹുൽ ഗാന്ധി പങ്കെടുത്ത പരിപാടിക്കിടെ ബംഗാൾ സ്വദേശിയായ അതിഥി തൊഴിലാളി ഉന്നയിച്ച ചോദ്യം കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായി മാറുകയാണ്. കേരളം കൈവരിച്ച സാമൂഹിക സാമ്പത്തിക മുന്നേറ്റം എന്തുകൊണ്ട് തന്റെ നാടായ പശ്ചിമ ബംഗാളിൽ ഉണ്ടാകുന്നില്ല എന്ന ലളിതവും ഗൗരവകരവുമായ ചോദ്യമാണ് യുവാവ് ഹിന്ദിയിൽ ഉന്നയിക്കാൻ ശ്രമിച്ചത്. എന്നാൽ മറുപടി പറയാൻ രാഹുൽ ഗാന്ധി മുന്നോട്ട് വന്ന നിമിഷം തന്നെ കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ട് മൈക്ക് പിടിച്ചു വാങ്ങുകയായിരുന്നു. തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മാത്രം മതിയെന്ന ഷാഫി പറമ്പിൽ എംപിയുടെ നിർദ്ദേശവും തുടർന്നുണ്ടായ നേതൃ ഇടപെടലുകളും വേദിയിൽ അസഹിഷ്ണുതയുടെ ദൃശ്യമായി മാറുന്ന കാഴ്ച കേരള രാഷ്ട്രീയത്തെ ചൊടിപ്പിച്ചിട്ടുണ്ട്. തനിക്ക് ഹിന്ദി അറിയാം, രാഹുൽ ഗാന്ധിയുടെ മറുപടി മനസ്സിലാക്കാമെന്ന് യുവാവ് ആവർത്തിച്ചു പറഞ്ഞിട്ടും ചോദ്യത്തിന് അവസരം നിഷേധിക്കപ്പെട്ടു. ജനാധിപത്യ സംവാദത്തിന്റെ വേദിയിൽ ഒരു തൊഴിലാളിയുടെ ചോദ്യം പോലും സഹിക്കാനാവാത്ത കോൺഗ്രസ് നിലപാടാണ് ഇതിലൂടെ പുറത്തു വന്നതെന്ന വിമർശനവും ശക്തമാണ്. ഇതിനിടെയാണ് സംഭവവുമായി ബന്ധപ്പെട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വ്യാപക ശ്രദ്ധ നേടുന്നത്. ബംഗാളി യുവാവിന്റെ ചോദ്യം എന്തുകൊണ്ട് അടിച്ചമർത്തപ്പെട്ടു എന്നതിലുപരി ബംഗാളിന്റെയും കേരളത്തിന്റെയും വികസന പാതകൾ തമ്മിലുള്ള വ്യത്യാസങ്ങളാണ് പോസ്റ്റ് കണക്കുകളോടെ ചൂണ്ടിക്കാട്ടുന്നത്. 2010 ബംഗാളിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിയ അതിഥി തൊഴിലാളികൾ 2.5 ലക്ഷമായിരുന്നെങ്കിൽ മമതാ ബാനർജി അധികാരത്തിൽ വന്നതിന് ശേഷം 15 വർഷത്തിനിടെ അത് 7 ലക്ഷമായി ഉയർന്നുവെന്നാണ് പോസ്റ്റിലെ ആരോപണം. 2010 ദേശീയ ശരാശരിക്കൊപ്പമായിരുന്ന പശ്ചിമ ബംഗാളിന്റെ പ്രതിശീർഷ വരുമാനം 2025ഓടെ 75% ഇടിഞ്ഞുവെന്നും കുറിപ്പ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ജ്യോതി ബസുവിന്റെ കാലഘട്ടത്തിൽ ഭൂപരിഷ്കരണത്തിലൂടെയും വർഗീയ സംഘർഷങ്ങൾ ഒഴിവാക്കിയതിലൂടെയും ബംഗാൾ കൈവരിച്ച നേട്ടങ്ങൾ പിന്നീട് തകർക്കപ്പെട്ടുവെന്നാണ് പോസ്റ്റിന്റെ വാദം. വ്യവസായ വികസനത്തിനായുള്ള ഇടതുപക്ഷ സർക്കാരിന്റെ ശ്രമങ്ങളെ മമതാ ബാനർജിയും ജമാഅത്തെ ഇസ്ലാമിയും അടക്കമുള്ള ശക്തികളും നക്സൽ ഗ്രൂപ്പുകളും ചേർന്ന് ഗൂഢനീക്കങ്ങളിലൂടെ അട്ടിമറിച്ചുവെന്നാണ് ഗുരുതര ആരോപണം. അതേസമയം കേരളം കൈവരിച്ച വികസന നേട്ടങ്ങൾ പോസ്റ്റ് വിശദമായി നിരത്തുന്നുണ്ട്. 2010 ദേശീയ ശരാശരിയേക്കാൾ 40% ഉയർന്ന നിലയിലായിരുന്ന കേരളത്തിന്റെ ആളോഹരി വരുമാനം ഇന്ന് 75% ഉയർന്നു. പ്രവാസി വരുമാനം ഒഴിവാക്കിയുള്ള കണക്കുകൾ പ്രകാരം തന്നെ ദേശീയ റാങ്കിങ്ങിൽ കേരളം 11ാം സ്ഥാനത്തെത്തിയെന്നും നീതി ആയോഗിന്റെ വിവിധ സൂചികകളിൽ 1ാം സ്ഥാനങ്ങൾ കേരളത്തിനാണെന്നും പോസ്റ്റ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ലൈഫ് പദ്ധതി, വിഴിഞ്ഞം തുറമുഖം, ആരോഗ്യം, വിദ്യാഭ്യാസം, ഡിജിറ്റൽ സേവനങ്ങൾ തുടങ്ങി എല്ലാ മേഖലകളിലും കേരളം ലോകോത്തര നിലവാരത്തിലേക്ക് വളർന്നുവെന്നതിന്റെ തെളിവുകളും പോസ്റ്റിൽ പറയുന്നുണ്ട്. ഈ വികസന യാഥാർത്ഥ്യങ്ങൾ മറച്ചുവെക്കാനാണ് ചില മാധ്യമങ്ങളും മതസാമുദായിക ശക്തികളും ശ്രമിക്കുന്നതെന്നും ചില മാധ്യമങ്ങൾ ഇടതുപക്ഷ വിരുദ്ധ പ്രചാരണ സാമഗ്രികൾ നിർമ്മിക്കുന്നതിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്നും പോസ്റ്റ് ആരോപിക്കുന്നുണ്ട്. ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്നവർ ഇത്തരം നീക്കങ്ങൾക്കെതിരെ ജാഗ്രതയോടെ രംഗത്തിറങ്ങണമെന്നും കുറിപ്പ് ആവശ്യപ്പെടുന്നുണ്ട്. ഒരു തൊഴിലാളിയുടെ ചോദ്യത്തിന് പോലും വേദിയിൽ മൈക്ക് നിഷേധിച്ച കോൺഗ്രസ് UDF നേതൃത്വം വികസന ചർച്ചകളിൽ എത്രമാത്രം അസ്വസ്ഥരാണെന്നതിന്റെ തെളിവായി കൊച്ചി സംഭവം മാറിയിരിക്കുകയാണ്. സംവാദം അനുവദിക്കാത്ത രാഷ്ട്രീയ സംസ്കാരം ജനാധിപത്യത്തിന് ഭീഷണിയാണെന്ന വിമർശനത്തോടെ ഈ നാടകീയ രംഗങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ അടയാളം തന്നെയാണ് കുറിച്ചിരിക്കുന്നത്.